ഹായ് ഗായ്സ്, നമുക്കിന്ന് നല്ല രുചിയുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ? അതും ചെറുപയർ ഉപയോഗിച്ച്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് നന്നായി കഴുകി ഉണക്കിയ ചെറുപയർ ഞാനിപ്പോൾ ഈ ഒരു 1/4 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സവോള അരിഞ്ഞത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലില്ലായിരുന്നു. ഇനി 2 അല്ലി വെളുത്തുള്ളി നമുക്ക് വേണം. ഒരു ചെറിയ ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, പുളി, ഒരു 1/2 കപ്പ് തേങ്ങ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് പാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. പാൻ ചൂടായി കഴിഞ്ഞ ഉടനെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആക്കുന്നത് നമ്മളുടെ ചെറുപയറാണ്. ആദ്യം ചെറുപയറിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ബ്ലാക്ക് കളറൊന്നും ആവണ്ട, ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാം അതിലോട്ടിട്ട് സവോള, ഇഞ്ചി, ഉണക്കമുളക്, പുളി എല്ലാം ഞാനിട്ടു കേട്ടോ. എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ തേങ്ങയ്ക്കെല്ലാം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളിത് ഇളക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലോട്ട് ഒരു 3-4 കുരുമുളകാണ് ആഡ് ചെയ്തത്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കുക, നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ നന്നായിട്ട് ഇളക്കുക. ഇപ്പോഴേക്ക് നമ്മുടെ ചെറുപയർ ആറിയിട്ടുണ്ടാവും. നമുക്കത് മിക്സിയിലിട്ട് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുക്കുക. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ചെറുപയറിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തണുക്കാൻ മാറ്റി വെച്ച ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത ആ തേങ്ങയുടെ കൂട്ട് നമുക്ക് മിക്സിയിലോട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിപ്പൊടി, ചെറുപയർ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. ഈ ചമ്മന്തിപ്പൊടി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച വരെ എന്നാണേലും ഇരിക്കും. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ചമ്മന്തിപ്പൊടി കഴിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതെങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നല്ല ചൂട് ചോറെടുക്കും. നല്ല ചൂട് ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഇടും. എന്നിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ആണ് വേണ്ടത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്.